ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ വ്ളോഗുമായിട്ടാണ്. ഒരു കംപ്ലീറ്റ് ഇഫ്താർ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. നമ്മുടെ ഇപ്രാവശ്യത്തെ റമദാനിലെ ആദ്യത്തെ ദിവസം എടുത്ത വീഡിയോ ആണിത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, വാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനൊക്കെ മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ റമദാനിലെ ഫസ്റ്റ് സുഹൂർ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇന്ന് നോമ്പ് 30 അപ്പം ഇത്രയും ദിവസത്തിനിടയിൽ ഇസാക്ക് 28 നോമ്പുണ്ട് മാഷാ അല്ലാ. അതുപോലെ ഐസിക്ക് 18 നോമ്പുണ്ട്, 19 നോമ്പുണ്ട് മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ അവർ ഫസ്റ്റ് ഡേ നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ ആയിരുന്നു. ലൈക്ക് ഇപ്രാവശ്യത്തെ റമദാനിന് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഫുള്ള് ലോക്കായിപ്പോയി. എല്ലാവരും ടി വിയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഇവിടുത്തെ സിറ്റുവേഷനും. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഖത്തറിലാണ്. അപ്പം ടി വിയിൽ കാണുന്ന അത്ര ഭയാനകമൊന്നുമല്ല, അതിൽ കുറച്ച് അധികം കൂട്ടി പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല പീസ്ഫുള്ളൊക്കെ പോയി കിട്ടി, അങ്ങനെ പറയാം. ഈ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ കാണുമ്പോൾ ഇപ്പം എഡിറ്റ് ചെയ്യുമ്പം ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു കോവിഡ് വന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. ഫുള്ള് ലോക്കായി കുറച്ച് ദിവസം. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മളെ ലൈഫുമായിട്ട് അങ്ങ് മെൽട്ടായി പോയ പോലെയായി. ഇടയ്ക്ക് സൈറൻ വരും, ഇടയ്ക്ക് മെസ്സേജ് വരും, അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറും, പിന്നെയും അഗെയിൻ എല്ലാം റെഡിയായി എന്നുള്ള മെസ്സേജ് വരും, അപ്പോൾ പുറത്തേക്ക് പോകും. അങ്ങനെ എല്ലാം ഒരു നോർമൽ ആയ പോലെയായി. പക്ഷെ ഇൻഷാ അല്ലാ ശരിയാവുമായിരിക്കും. അപ്പോൾ നമ്മൾ റമദാനിലെ ഫസ്റ്റ് ഡേ, ഇതിപ്പം മക്കൾ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ എടുത്ത വീഡിയോസാണ്. ഞാൻ പറഞ്ഞില്ല റമദാൻ ഫസ്റ്റ് ഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അവർക്ക് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 11:30 ആകുമ്പോഴേക്ക് എക്സാമൊക്കെ തീരും. ആനുവൽ എക്സാമാണ്. അപ്പം ഞാൻ അവരെ പിക്ക് ചെയ്യാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് അവരെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഈ ഒരു മാറ്റ് അടിപൊളിയാണ്. മക്കളെ നമ്മൾ നമസ്കാരം പഠിച്ചുകൊണ്ട് വരുന്ന മക്കൾക്ക് പഠിക്കാൻ അടിപൊളി ഒരു മാറ്റാണ്. അതിൽ തന്നെ പ്രെയറും എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ പറയും. അപ്പോൾ ഐസിക്ക് അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ആക്ച്വലി ഐസി കുറച്ചൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇപ്രാവശ്യം കൂടുതൽ ഐസി പള്ളിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓന് കുറേയൊക്കെ ഓക്കെ ആയി. ഇപ്പം അത് യൂസ് ചെയ്യുന്നത് ഇസിയാനാണ്. അപ്പം അങ്ങനെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഇഫ്താറിന് ആക്കാനില്ല, ഫസ്റ്റ് ഡേ ഇഫ്താറിന് ആക്കാനില്ല മെനുവൊക്കെ ആദ്യം ഇതേപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നെക്സ്റ്റ് ഇതാണ് ചെയ്യാനുള്ളതെന്നുള്ളത് പ്രീ പ്ലാനായിട്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഷവർമ ബോളും പിന്നെ പെരി പെരി ചിക്കൻ കോണ്, പിന്നെ ബീഫ് കറി, പത്തിരി, പിന്നെ ജ്യൂസ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി വെക്കുന്നുണ്ട്. ഞാനെപ്പോഴും തേങ്ങ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ഓൾ കോക്കനട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ അത് വാങ്ങിക്കുന്ന ടൈമിൽ കുറച്ച് അധികം തന്നെ ഒരുമിച്ച് വാങ്ങും. എന്നിട്ട് ഇതുപോലെ ചിരകിയിട്ട് എല്ലാം ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ചിരകുന്ന ഈ മെഷീന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, നാട്ടിൽ നിന്ന്. അപ്പം ഇത് അടിപൊളി സാധനമാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 to 4 ഇയേഴ്സായി ഞാനിത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നു. അടിപൊളി സാധനമാണ്. നമുക്ക് ഇങ്ങനെ നല്ല ഈറ്റ്സ് വൈറ്റനായിട്ട് നല്ലപോലെ ചിരകിയെടുക്കാൻ പറ്റും. പിന്നെ അധികം ടൈം കൺസ്യൂമിങ്ങും അല്ല, ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ സംഭവമെല്ലാം തീരും. പിന്നെ കുറച്ചധികം സ്റ്റോർ ചെയ്ത് വെക്കുന്നവർക്ക് ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഷവർമ ബോളാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ മാവാണ് ഉണ്ടാക്കുന്നത്, ആ ഒരു മൈദേൻ്റെ മാവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് മൈദയും അതിലേക്ക് ഒരു 1/2 കപ്പ് പത്തിരീൻ്റെ പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം ഈസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതുപോലെ ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഷവർമ ആക്കുന്നത് 3/4 ഭാഗം ഈ ഒരു ഫുഡ് പ്രോസസ്സർ വെച്ചിട്ട് തന്നെയാണ്. ഇതിൻ്റെ മസാലയൊക്കെ ഞാൻ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രീതി സോഡിയാക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴെന്താണ് അവസ്ഥ, യൂസ്ഫുൾ ആണോ, വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ കുറേ മെസ്സേജ്. ഇപ്പോഴും ആ വീഡിയോന് എനിക്ക് മെസ്സേജസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും കമൻറ്റൊക്കെ വരുത്തുന്നുണ്ട്.
അപ്പം ഇത് ഞാൻ ആക്ച്വലി ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ബേസിക് മോഡലായിരുന്നു. പിന്നെ ഇപ്പം അതിന് ശേഷം അത് ആക്ച്വലി വാജിക്കാൻ്റെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഖത്തറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രീതീൻ്റെ തന്നെ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള പുതിയ വേർഷനായിട്ടുള്ള പ്രീതി സോഡിയാക് കോസ്മോ ആ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് ആവാനായി. സംഭവം അടിപൊളിയാണ്. നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീരും. ഇതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ഫസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ആ വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യും. അതിൽ ഞാൻ ഈ ഒരു പ്രീതി സോഡിയാക് കോസ്മോൻ്റെ എൻ്റെ ഒരു 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ മുന്നേ ഞാൻ പ്രീതി സോഡിയാക് ബേസിക് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ കമ്പാരിസനൊക്കെ ആക്കിയിട്ട് ഏതാ ബെറ്റർ എന്നൊക്കെ ഉള്ളതായിട്ട് ആ ഒരു വീഡിയോയിൽ ക്ലിയറിൽ പറയുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു മാവ് ഇപ്പോൾ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മൈദേൻ്റെ കൂടെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് പൊന്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ലൈക്ക് കുബൂസൊക്കെ ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയറാണ്. ഇനി ഒരു മാവ് പൊങ്ങി വരുന്ന ടൈമിൽ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മയണൈസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മയണൈസ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മയണൈസാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ആവശ്യത്തിന് ഓയിലും പിന്നെ ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ അധികം ഡീപ്പായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. ജസ്റ്റ് മയണൈസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ പ്രത്യേകിച്ചൊന്ന് ആഡ് ചെയ്തത് കാഷ്യൂനട്ടാണ്. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മയണൈസ് ആക്കിയിട്ട് കുറച്ച് സമയം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് തനിയെ തന്നെ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ് ഞാൻ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ചിട്ട് തന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ കറിക്ക് വേണ്ടിയിട്ടുള്ളതും എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പണികൾ പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വെജിറ്റബിൾസൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ വാരാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പം ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള കുരുമുളകും ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് വിനീഗറും പിന്നെ സോയാ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ½ ആൻ അവർ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈവൻ വിനീഗറിന് പകരം നമുക്ക് ലൈം ജ്യൂസ് ആയാലും ആഡ് ചെയ്താൽ മതി. ഇനി ഇത് നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാൻ ഇനി അടുത്തതായിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പെരി പെരി ചിക്കൻ കോണിൻ്റെതും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ടൈമിൽ തന്നെയാണ് ഞാൻ ഷവർമ്മക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ പെരി പെരി ചിക്കൻ കോണിന് വേണ്ടിയിട്ടുള്ളതും ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരേ ടൈമിൽ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ പണികളൊക്കെ കുറച്ച് തീരും. ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേര ടൈം ആയിട്ടുണ്ട്, ഇഫ്താറിൻ്റെ ടൈം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹറിബറി ആയിട്ട് പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കുകയാണ്. ഈ ഒരു ചിക്കന് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ആദ്യം വേണമെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതില്ലെങ്കിൽ കവർ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫസ്റ്റ് ഇതൊന്ന് കുക്കാവുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും. അതിനുശേഷം അത് നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് പിന്നെ ഇതിൽ നമ്മൾ ഒഴിച്ച ഓയിലൊക്കെ സൈഡിൽ തെളിഞ്ഞ് കാണാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് കോരി മാറ്റുക. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്ത് വെക്കണം. ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ മസാലയിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻ ബിറ്റ്വീൻ പെരി പെരി ചിക്കനും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ വെള്ളമായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട് ഓയിലൊക്കെ ഇതുപോലെ തെളിഞ്ഞു വരും. അപ്പോൾ ഈ ഒരു ഓയിലാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്താലും മതി. ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഈ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഓണിയൻ്റെ ഹാഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്.
ഇനി ഇതൊന്ന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ഓയിലിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം. ആ ഒരു ടൈമിൽ ഈ ഒരു ഇതിൽ തന്നെ മിക്സിയിൽ തന്നെ നമുക്ക് ക്യാബേജും അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് പിന്നെ ക്യാപ്സിക്കം ഇത് മൂന്നും കൂടെ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ചോപ്പ് ചെയ്ത പോലെ. ഇൻ കേസ് ഇതില്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് മുറിച്ചാലും മതി. ഇനി ഈ ഒരു ക്യാരറ്റിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്യുക. ഇത് ആക്ച്വലി അധിക ടൈം കുക്കാവുന്ന വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ആ ഒരു ക്യാബേജും അതുപോലെ തന്നെ ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഷ്രെഡ് ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കുക. ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഫുള്ള് ഇതിൻ്റെ ചൂടൊക്കെ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ മയണൈസുമായിട്ട് മിക്സ് ചെയ്യേണ്ടത്. ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നമ്മൾ കുബൂസ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മയണൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നേരത്തേനേക്കാട്ട് നല്ലതായിട്ട് തിക്കായിട്ടുണ്ട്. ഇത് കാഷ്യൂനട്ട് ഇട്ടുകൊണ്ടാണ് ഇത് ഇത്ര തിക്കായിട്ടുള്ളത്. അപ്പം ഇനി ഈ ഒരു മയണൈസ് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ആ ഒരു കുബൂസിൻ്റെ മിക്സ്ചർ എടുത്തിട്ട് പരത്തിയിട്ട് റൗണ്ടിൽ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മോൾഡ് ഉണ്ടെങ്കിൽ അതിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന ഐറ്റംസ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി റൗണ്ടിൽ. അപ്പം ഞാനിപ്പോൾ ഒരു മോൾഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചപ്പാത്തിക്കൊക്കെ മാവെടുക്കുന്ന പോലെ കുറച്ച് മാവെടുത്തിട്ട് പരത്തി വെക്കുക. എന്നിട്ട് അത് കുറച്ച് വെലിങ്ങനെ പരത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹാഫാക്കി കട്ട് ചെയ്തിട്ട് 2 ബോൾസ് അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ സിംഗിൾ കുട്ടി ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ പരത്തിയിട്ട് മോൾഡിൽ വെച്ചിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ളൊരു മോൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊരു ആക്ച്വലി ഒരു റൗണ്ടാണ്, പക്ഷേ ഇത് ഫുള്ളി റൗണ്ട് ആകുന്നില്ല. സെമി സർക്കിൾ പോലെയാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മോൾഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മയണൈസൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് നന്നായിട്ട് സീൽ ചെയ്തിട്ട് പൊരിച്ചെടുക്കലാണ്. അപ്പം ഇത് കൂടുതൽ ടൈം നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുന്നൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷവർമ്മയൊക്കെ തോന്നുന്ന അതേ ഒരു ടേസ്റ്റാണ്. ഇവിടെ ഐസിൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി. അപ്പം ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ഓയിൽ കംപ്ലീറ്റ് ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കോക്കനട്ട് ഓയിൽ നമ്മളിതിൽ തീരെ യൂസ് ചെയ്യാൻ പാടില്ല. ഈവൻ ഫ്രൈ ചെയ്യാൻ പോലും യൂസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ടേസ്റ്റ് ഫുള്ളി മാറിപ്പോവും. അപ്പം ഇതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മീൻവൈൽ ഞാൻ പെരി ചിക്കൻ കോണും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഹറിബറി ടൈം ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് അധികം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ചിക്കൻ ഷവർമ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയണം. ഇത് നമുക്ക് നോമ്പിൻ്റെ ടൈം അല്ലാതെ വെറുതെ ഈവൻ ഡിന്നർ പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു മെയിൻ കോഴ്സായിട്ട് വരെ അത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പം നമ്മുടെ ഇഫ്താറിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടാബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടേബിൾ സെറ്റ് ചെയ്യുന്ന പണി ഫുള്ളി ഇസുവിൻ്റെതാണ്. അപ്പം അവൾ ടേബിളിലൊക്കെ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ താഴെ ക്യാൻഡിൽ കത്തിച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം പള്ളിയിൽ തറാവേക്കൊക്കെ പോയി വന്നതിന് ശേഷമാണ് മെയിൻ ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിന്നർ ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരിയും അതുപോലെ തന്നെ ബീഫ് കറിയാണ്. ബീഫ് കറി നേരത്തെ ഇഫ്താറിന് മുന്നേ ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പത്തൽ റെഡിയാക്കാണ്. അപ്പം അതും കൂടെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നോമ്പ് കംപ്ലീറ്റ് ആയി.
ആക്ച്വലി ഇത് പത്തിരിയല്ല, പത്തൽ എന്നാണ് നമ്മളെ നാട്ടിലൊക്കെ പറയുക. ഇത് ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് എനിക്ക് ഉമ്മ ഉണ്ടാക്കി തരുന്ന പൊടി. അപ്പോൾ നമ്മൾക്കിത് പച്ചവെള്ളത്തിൽ നിന്ന് തന്നെ കുഴച്ചാൽ മതി. അപ്പോൾ ഇത് എന്നിട്ട് കയ്യിൽ പരത്തിയിട്ട് ഇതുപോലെ ഞാൻ പേപ്പറിൽ പരത്താം. ഉമ്മയൊക്കെ തനിയെ ഓട്ടിൽ തന്നെ പരത്തും ഡയറക്റ്റ്. എനിക്കതാവില്ല. അപ്പോൾ ഇങ്ങനെ പത്തലൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് ബീഫ് കറീൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ പത്തലും ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഡിന്നർ കഴിക്കണം. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ റമദാൻ ഡെക്കറേഷൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ റമദാൻ പ്ലാനർ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അവരതൊക്കെ ഒന്ന് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.